ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇഫ് ക്ലോസുകളെ കുറിച്ചാണ്. അപ്പോൾ സാധാരണ നമ്മൾ എവിടെയാണ് കണ്ടീഷണൽ സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്? ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ റിഗ്രറ്റുകളെ കുറിച്ച് പറയാൻ, സങ്കല്പങ്ങളെ കുറിച്ച് പറയാൻ, പൊതുവായ സത്യങ്ങളെ കുറിച്ച് പറയാൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടീഷണൽ സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് 4 കണ്ടീഷണൽ സെന്റൻസുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തേതാണ് സീറോ കണ്ടീഷണൽ, രണ്ടാമത്തേതാണ് ഫസ്റ്റ് കണ്ടീഷണൽ, മൂന്നാമത്തേതാണ് സെക്കൻഡ് കണ്ടീഷണൽ, നാലാമത്തേതാണ് തേർഡ് കണ്ടീഷണൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത് റിയൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനും അതിൻ്റെ ഔട്ട്കമ്മും മുതൽ ഒരു സങ്കല്പത്തിലുള്ള കണ്ടീഷനും അതിൻ്റെ ഔട്ട്കമ്മും, റിയാലിറ്റി ടു ഇമാജിനറി ആണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ആണ് സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ എന്ന് പറയാൻ കാരണം ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 0% ഡൗട്ടോട് കൂടി അല്ലെങ്കിൽ 100% ഷുവർ ആയിട്ടും നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഈ ഒരു കണ്ടീഷണൽ സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവായ സത്യങ്ങളെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, അതുപോലെ സയന്റിഫിക് ഫാക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ നമ്മുടെ ഹാബിറ്റ്സുകളെ കുറിച്ച് പറയുമ്പോഴൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പറയാണ്, ഞാൻ ബുക്ക് വായിക്കുകയാണെങ്കിൽ എപ്പോഴും ഗ്ലാസ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിക്കാറില്ല. ഇതെല്ലാം സീറോ കണ്ടീഷണലിന് എക്സാമ്പിളാണ്, ഒരു ഹാബിറ്റ് എന്ന നിലയിൽ. അപ്പോൾ മെയിനായിട്ട് വരുന്ന കണ്ടീഷണൽ സെന്റൻസുകൾ ഏതൊക്കെയാണെന്നും അതിനെ കുറിച്ച് എക്സാമ്പിൾസും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ആണ് സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഐസ് ചൂടാക്കുകയാണെങ്കിൽ അത് ഉരുകും. ഇഫ് ഐസ് മെൽറ്റ്സ് ഇറ്റ് ബിക്കംസ് വാട്ടർ. ഐസ് ഉരുകുമ്പോൾ അല്ലെങ്കിൽ അലിയുമ്പോൾ വെള്ളമാകുന്നു. ഇഫ് പ്ലാന്റ്സ് ഡോണ്ട് ഗെറ്റ് വാട്ടർ ഇറ്റ് ഡൈസ്. ചെടികൾക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അത് പാടിപ്പോകുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു. ഇഫ് ദ സൺ സെറ്റ്സ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ടാവുന്നു. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ. കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുകയാണെങ്കിൽ കരയുന്നു. ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ യു ഗെറ്റ് തേഴ്സ്റ്റി. നീ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദാഹം അനുഭവപ്പെടും. ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ്. മഴ പെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് നനയാം. അപ്പോൾ സീറോ കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് പൊതുവായ സത്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഫാക്ട്സുകളെ കുറിച്ച് ആണ്. സീറോ കണ്ടീഷണൽ സെന്റൻസുകളുടെ സ്ട്രക്ചർ വരുന്നത് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് കോമ വീണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. അടുത്തതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസുകൾ. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് സാധ്യതയുള്ള അല്ലെങ്കിൽ ഇമാജിനറി അല്ലാത്ത റിയൽ ആയിട്ടുള്ള കണ്ടീഷനെയും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ ഔട്ട്കമ്മിനെ കുറിച്ച് ആണ്. ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദ എക്സാം. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എക്സാമിൽ നീ പാസ്സാവും. ഇഫ് യു ഡോണ്ട് ഹറി യു വിൽ മിസ് ദ ഫ്ലൈറ്റ്. നീ വേഗത്തിൽ അല്ലെങ്കിൽ തിടുക്കത്തിൽ പോയിട്ടില്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് മിസ്സാവും. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ സ്റ്റേ ഹോം. നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കും. ഫസ്റ്റ് കണ്ടീഷണലിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് ആണ്. മൂന്നാമത്തെ കണ്ടീഷണലാണ് സെക്കൻഡ് കണ്ടീഷണൽ. സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കല്പങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ്. അത് പ്രസന്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഉള്ള കാര്യങ്ങളാവാം. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. എനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ ലോകം മൊത്തം ട്രാവൽ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ലോട്ടറി അടിക്കുക എന്നുള്ള കാര്യം നടന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ലോകം മൊത്തം ട്രാവൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിയൽ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഇഫ് ഐ ഹാഡ് മോർ മണി ഐ വുഡ് ബൈ എ ബിഗ് അപ്പാർട്ട്മെന്റ്. ഇഫ് ഐ വേർ യു ഐ വുഡ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഇപ്പോൾ നീ ഞാനായിരുന്നെങ്കിൽ ഞാൻ സ്മോക്കിംഗ് ഉപേക്ഷിക്കുമായിരുന്നു. സെക്കൻഡ് കണ്ടീഷണലിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് കോമ വുഡ് പ്ലസ് വെർബ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് കണ്ടീഷണലിൽ വില്ലാണ് ഉപയോഗിച്ചിരുന്നത്. സിമ്പിൾ പ്രസന്റിന്റെ കൂടെ വില്ലാണ് ഉപയോഗിച്ചിരുന്നത്.
കാരണം അതൊരു പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു കണ്ടീഷനെ കുറിച്ചും ഒരു ഔട്ട്കമ്മിനെ കുറിച്ചും പറയാൻ നമ്മൾ വില്ല് ഉപയോഗിച്ചു. വില്ല് പറയുമ്പോൾ കുറച്ചുകൂടെ ഉറപ്പുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ നമ്മൾ വില്ല് ഉപയോഗിച്ചു. തേർഡ് കണ്ടീഷണൽ വുഡ് ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് പ്ലസ് വുഡ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് വുഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തതാണ് തേർഡ് കണ്ടീഷണൽ. തേർഡ് കണ്ടീഷണൽ സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ നടക്കാതെ പോയ ഒരു കണ്ടീഷനെ കുറിച്ച് പറയാനും അതിന്റെ ഇമാജിനറി റിസൾട്ടിനെ കുറിച്ച് പറയാനുമാണ്. എക്സാമ്പിൾസ് നോക്കാം. ഇഫ് ഐ ഹാഡ് നോൺ യു വർ കമ്മിങ് ഐ വുഡ് ഹാവ് ബേക്ക്ഡ് എ കേക്ക്. നീ വരുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ പറയുന്ന സമയത്ത് അവർ വന്നു കഴിഞ്ഞു, ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇഫ് വി ഹാഡിൻറ്റ് മിസ്ഡ് ദ ബസ് വി വുഡ് ബി ദെയർ ബൈ നൗ. നമ്മൾക്ക് ആ ഒരു ബസ് മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അവിടെ എത്തുമായിരുന്നു. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. തേർഡ് കണ്ടീഷണലിന്റെ സ്ട്രക്ചർ വരുന്നത് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കോമ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ.